ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവരെന്താണ് ചിന്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സന്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അതുപോലെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്? എന്താണ് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ടു ഓഫ് പെൻഡക്കിൾ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം ഇവിടെ രണ്ട് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒന്ന് നിങ്ങളാണ്, അതുപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ അവർക്കുണ്ട്. മേ ബി അത് പേഴ്സൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയറോ അല്ലെങ്കിൽ ജോബ് സംബന്ധിച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു ജഗ്ലിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ബാലൻസ് ഇല്ലായ്മയാണ്. അപ്പം അവരുടെ തോട്ട്സിൽ ഈ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ വേണോ അതോ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വേണോ എന്നുള്ളത്. ഇപ്പോഴും നിങ്ങളെ വിട്ടിട്ട് ഇപ്പം നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വരചേർച്ചയില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുപോയി എന്നല്ല. അവർക്ക് ഇതിൽ ഏത് വേണം എന്നുള്ളത് ഇപ്പോഴും ഒരു ഓപ്ഷനാണ്. അവർ സെലക്ട് ചെയ്തിട്ടില്ല. ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു ബാലൻസ് ഇല്ലാതെ ഒരു ജഗ്ലിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടേത് കാണിക്കുന്നത്. അവർ ചിന്തിക്കുന്നതും അത് തന്നെയാണ്. ഏതെടുക്കണം അല്ലെങ്കിൽ ഏത് സെലക്ട് ചെയ്യണം, അതൊരു തീരുമാനമില്ലാതെ നിൽക്കുന്നൊരു അവസ്ഥയായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം ഇവിടെ കാണിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പം വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ എന്തും നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, വേറൊരു സിറ്റുവേഷൻ എന്താണോ കടന്നു വന്നിട്ടുള്ളത് അത് എന്ത് തന്നെയാണെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, മേ ബി ചിലർക്കത് ഫിനാൻഷ്യലി ആയിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് സംതിങ് ആയിരിക്കാം. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് വന്നത് 8 ഓഫ് സോർഡ്സ് എന്ന കാർഡാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ഒരു സ്പെക്ക് ആയിട്ടുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഇവിടെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. നിങ്ങളുടെ അടുത്തോട്ട് വരണോ അല്ലെങ്കിൽ ഞാൻ ആ സിറ്റുവേഷനുമായിട്ട് തന്നെ പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് നിലനിൽക്കുന്നിടത്തോളം അവർ നിങ്ങളെ ചിന്തിക്കുകയാണ്. സോ ഇവിടെ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഉറപ്പായിട്ടും ഇവിടെ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ അവരെ കെട്ടിവെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പം കോണ്ടാക്ട് ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് മേ ബി അവർ സൈലന്റ് ആയിരിക്കാം, നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം, ഒന്നും തന്നെ ആൻസർ തരുന്നുണ്ടാവില്ലായിരിക്കും. അത് അവർക്ക് ആൻസർ തരാൻ അവരതിലില്ല. ഓക്കെ, കാരണം അവർക്ക് കൺഫ്യൂഷൻ ആണ്. ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഫുൾ ബ്ലോക്കായി നിൽക്കുകയാണ്, മൈൻഡ് ബ്ലാങ്ക് ആയി നിൽക്കുന്നുണ്ടാകാം, ഒന്നും പിടികിട്ടാത്തൊരവസ്ഥയിൽ അവർ നിൽക്കുന്നുണ്ടാകാം. അത് തന്നെയാണ് ഈ കാർഡ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, സിറ്റുവേഷൻ എന്താന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക. 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ 2 നെഗറ്റീവ് കാർഡ്സ് വന്നിട്ട് പിന്നീട് ഒരു പോസിറ്റീവ് കാർഡാണ് കിട്ടിയത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ളൊരു ഹാപ്പി ലൈഫ് അവർ സ്വപ്നം കണ്ടിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ടാകാം ഈ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിനെ കുറിച്ചിട്ട്.
അത് തന്നെ അവർ വളരെയധികം ചിന്തിച്ചിട്ടുണ്ട്, അവരത് സ്വപ്നം കാണുന്നുണ്ട്. ഓക്കെ, ഹാപ്പി ആയിട്ടുള്ള ഒന്നും തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത, പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ബന്ധം അവരിവിടെ സ്വപ്നം കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നിരിക്കാം. പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പോൾ അവർക്ക് വേറൊരു എന്താ പറയുക ചോയ്സ് ഇല്ല. അവർക്ക് ആ ഒരു സിറ്റുവേഷനെയും നോക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷെ അവർ ഡേ ഡ്രീം കാണുന്നുണ്ട്, അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ളൊരു ലൈഫ് എങ്ങനെയായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നൊക്കെയുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈ ഒരു സിറ്റുവേഷൻ മറികടന്നിട്ട് ഒന്നിച്ചാലോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുവരവ്, ഒന്നിച്ചിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുവന്നാൽ എന്താ എന്നൊക്കെയുള്ള തോട്ട്സ് ആണ് അവർക്ക് വരുന്നത്. ഓക്കെ, 10 എന്ന നമ്പർ പോലും സൂചിപ്പിക്കുന്നത് ഒരു പൂർത്തീകരണത്തിന്റെ കാര്യമാണ്. അതുപോലെ തന്നെ അവർ റിയൂണിയൻ ചെയ്താൽ എന്താ എന്നും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പം നോ കോണ്ടാക്റ്റിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നോ കോണ്ടാക്റ്റിലുള്ളവരുടെ അടുത്ത് ഒരു റിയൂണിയൻ ആയിട്ട് അവർക്ക് വരാനുള്ള ഒരു ആഗ്രഹം ആണ് അവരിവിടെ കാണിക്കുന്നത്. അത് തന്നെയാണ് അവർ സ്വപ്നം കാണുന്നത്. പക്ഷെ ഇവിടെ റെസ്പോണ്ട് ഇല്ല എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ അങ്ങോട്ട് കയറി മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഏത് തരത്തിലും അവർ കാണിക്കുന്നുണ്ടാവില്ല, അവരവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരു തരത്തിലും അറിയിക്കുകയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു റെസ്പോണ്ടും ഇല്ല എന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ചിന്തകളിൽ നിങ്ങളാണുള്ളത്. ഓക്കെ, അതാണ് 10 എന്ന നമ്പറും 10 ഓഫ് കപ്സ് എന്ന കാർഡും വന്നിട്ടുള്ളത്. ഇപ്പൊ നോ കോണ്ടാക്ട് അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം നിൽക്കുന്നവർ, അതായത് ചെറിയൊരു പ്രശ്നം റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവരുണ്ടാവുമല്ലോ, ഒരു ലെസ് കോണ്ടാക്ട് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് നിൽക്കുന്നു എന്നാൽ ബ്രേക്കപ്പ് അല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ളവരതും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു വേറൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് മാത്രം അവർക്ക് അങ്ങനെ പെരുമാറേണ്ടി വരുന്നു. ഓക്കെ, ആക്ഷൻ എടുക്കാൻ പറ്റാതെ അവർക്ക് പെരുമാറേണ്ടി വരുന്നു. ഓക്കെ, ഇത് ഹെറോഫൻ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ കല്യാണത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം ഈ ഒരു ബന്ധത്തിൽ. ഓക്കെ, അതായത് ഒരു കല്യാണത്തിന്റെ തീരുമാനത്തിലേക്കൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അവർ പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു പ്രശ്നം കൊണ്ട്, പ്രോബ്ലം കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവരത് റിപ്പീറ്റ് ചിന്തിക്കുന്നുണ്ട്. ഒരു കല്യാണത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനമെടുത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ചിലരെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധം, അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയുള്ള അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും നിങ്ങളുടേത്. അത്രയും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാക്കാം നിങ്ങൾ തമ്മിൽ. ഓക്കെ, എന്നിട്ട് പോലും അവർക്കൊരു സിറ്റുവേഷൻ വന്നപ്പം അവർക്ക് വേറെ വഴിയില്ലാതെ, ഒന്നും തീരുമാനമില്ലാതെ മാറി നിന്നതായിട്ടാണ് ഇവിടെ തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എടുക്കുക. ഇവിടെ ഒരു റിയൂണിയൻ ആയിട്ട് അവർ വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളടുത്ത് തർക്കിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ചെയ്യാനോ ഒന്നും ആയിരിക്കില്ല അവർ വരുന്നത്. അതായത് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളടുത്തോട്ട് തിരിച്ചു വരുന്ന, ഒരു കണക്ട് ആകാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ പോലും നിങ്ങളടുത്ത് ഒന്ന് തർക്കിക്കാനോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് ആർഗ്യൂ ചെയ്യാനൊന്നും അല്ല അവർ വരുന്നത്. പഴയ ലൈഫ് വേണ്ട, അതെല്ലാം മറന്ന് പാസ്റ്റിലെ ലൈഫെല്ലാം കാര്യങ്ങളെല്ലാം വിട്ട് കളഞ്ഞിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലായിരിക്കാം അവർ നിങ്ങളോട് സംസാരിക്കുക. അവർക്ക് ഫൈറ്റിങ്ങിന് ഒരു താല്പര്യമില്ല. ഓക്കെ, പഴയ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ആർഗ്യൂ ചെയ്യണ്ട, അതെല്ലാം വിട്ട് കളയണം എന്നുള്ള രീതിയിൽ സ്നേഹത്തോടെ നിങ്ങളോട് സംസാരിക്കണം എന്ന രീതിയിലായിരിക്കാം നിങ്ങളുടെ അടുത്തോട്ട് അവർ വരുന്നത്. നിങ്ങൾ അപ്രൂവ് ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ചെറിയൊരു പ്രശ്നം നിലനിൽക്കുന്നവരാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ നിങ്ങളടുത്തോട്ടും നിങ്ങളുടെ വ്യക്തി പ്രശ്നം സോൾവ് ചെയ്തിട്ട് അത് വേണ്ട, ആ ഒരു പ്രശ്നമെല്ലാം മറക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ച് വരുന്നതായിരിക്കാം. ഓക്കെ, ഇവിടെ 5 ഓഫ് കപ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത്, ഈ ഒരു പ്രസന്റ് അല്ലെങ്കിൽ കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി വളരെ ഒറ്റയ്ക്കിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ താൻ ഒറ്റയ്ക്കാണ്, എലോൺ ആണ് എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങളുടെ വ്യക്തിക്ക് വരുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ കാര്യം ഇവിടെ ചിന്തിപ്പിക്കാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ, ഞാൻ പറഞ്ഞു, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്.
ഓക്കെ, ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ, ആ ഒരു ബോണ്ടിങ് ഇവിടെ കാണിക്കുന്നത് കൊണ്ട് തന്നെ വേറൊരു സിറ്റുവേഷൻ, അത് എന്ത് സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇടയിലെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ആ ഒരു സിറ്റുവേഷൻ എന്താണെങ്കിലും ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിങ്ങളെയാണ്. കാരണം അവിടെ അവർക്ക് ആ സിറ്റുവേഷനിലേക്ക് അവർ തിരിഞ്ഞു പോയെങ്കിലും അവിടെ എന്തോ ഒരു കുറവ് അവർക്ക് ഫീൽ ചെയ്യാം. ആ ഒരു കുറവെന്ന് പറയുന്നത് നിങ്ങളാണ്. മേ ബി നിങ്ങൾ വളരെയധികം സഹായിച്ച ഒരാളായിരിക്കാം, അവർക്ക് ഒരുപാട് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാകാം, അവരുടെ പല കാര്യങ്ങളിലും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും അവർക്ക് അവരുടെ സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതിന് കാരണം നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങൾ അവർ മിസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ദ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. വളരെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടേത്. ഇവിടെ നിങ്ങളുടെ എനർജിയും കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങളുടെ എനർജിയും വളരെ ഡൗൺ ആയിരിക്കാം. ഓക്കെ, അത് ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ ആ സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. കുറച്ച് സമയം കൊടുക്കുക, ചിന്തിക്കാനുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ അവർ തിരിച്ചു വരണമെന്നില്ല. കാരണം അവർക്ക് ചിന്തിക്കണം, എല്ലാ മനുഷ്യന്മാരും ഡിഫറെൻ്റ് ആണ് എന്നുള്ളത്. സിറ്റുവേഷൻ കണ്ണു തുറന്ന് കാണുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ എനർജിയും അതുപോലെ തന്നെ അവരുടെ എനർജിയും വളരെ ഡൗൺ ആയിരിക്കുന്നതും, അതുപോലെ തന്നെ പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകുന്നില്ല. ഓക്കെ, അതായത് ഇപ്പം നിങ്ങളുടെ എനർജി നോക്കുമ്പം അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങളെ ചിലപ്പം ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബോണ്ടിങ് നിങ്ങളത് കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു ബോണ്ടിങ് ഉള്ള സമയത്ത് ഇവിടെ അതായത് ആ ഒരു ബോണ്ടിങ് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ബന്ധം, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയുള്ള അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധം വരുന്നത്. ഓക്കെ, ആ സമയത്ത് അത്രയും സ്നേഹം കൊടുത്തിട്ടും ഈ വ്യക്തിയിൽ നിന്നുള്ള പല കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ സമയത്ത് ഉണ്ടായ സംഭവങ്ങളായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എന്തൊക്കെയോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് ഹീൽ ചെയ്ത് കളയുക. അതായത് ഒരു ഷാഡോ പോലെ, ഒരു നിഴല് പോലെ നിങ്ങളുടെ ഉള്ളിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പാസ്റ്റിലെ കാര്യമാണ്, അത് വിട്ട് കളയുക. ഓക്കെ, അതായത് ഒരിക്കലും അവരെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കുക എന്നല്ല പറയുന്നത്, ക്ഷമിക്കുക, എപ്പോഴും ക്ഷമിക്കുക, അവരോട് അവർക്ക് ക്ഷമ കൊടുത്തേക്കുക. നേരിട്ട് പോയി ക്ഷമ കൊടുക്കുന്നല്ല, മനസ്സിൽ അവരോട് ക്ഷമ കൊടുത്തേക്കുക. അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ വലിയ സംഭവമായിട്ട് വെച്ച് വേണ്ട, അത് വിട്ട് കളയുക എന്നുള്ളതാണ്. ലൈഫിനെ സിമ്പിളായിട്ട് കാണാൻ വേണ്ടി തന്നെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ ചിന്തകളിൽ അവർ എന്താ പറയുക, വളരെയധികം ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അവസ്ഥ, പലതും റിയലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ളൊരു എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അവർ പലതും മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അവർ ചെയ്ത തെറ്റുകളെല്ലാം അവർ റിയലൈസ് ചെയ്യുന്നുണ്ടാകാം. ഡെഫിനറ്റ്ലി ഇതാ അവിടെ വീൽ ഓഫ് ഫോർച്യൂൺ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഒരു കർമ്മ പോലെ അവരെല്ലാം മനസ്സിലാക്കി എടുക്കുകയാണ്. ആ ഒരു വേദനയിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ പറയുമ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് നൈറ്റ് ഓഫ് സോർട്സ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ സ്നേഹം തുടങ്ങിയ സ്നേഹമായിരിക്കില്ല നിങ്ങൾ ഈ ഒരു എൻഡിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, അതായത് ആ ഒരു സ്നേഹം വന്നിട്ടുള്ള ഒരു ഫ്ലോയിലായിരിക്കില്ല അത് എൻഡ് ആയിട്ടുണ്ടാവുക. അവരുടെ കാണാത്തൊരു ഫേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ഈ ബന്ധത്തിൽ. ഓക്കെ, നിങ്ങൾ പോലും അവർ പലതും പറയുമ്പോൾ നിങ്ങൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്നുള്ളത് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത്രയ്ക്കും വാല്യുബിൾ ആയിരുന്നിരിക്കാം നിങ്ങൾക്ക് ആ പേഴ്സൺ. അപ്പം അതുകൊണ്ട് തന്നെ ആ വ്യക്തി പറഞ്ഞതും ചെയ്തതെല്ലാം നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഒരു നിഴല് പോലെ, ഒരു ഇരുട്ട് പോലെ കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിനെ ഹീല് ചെയ്യുക എന്നുള്ളതാണ്. ആ ഹീല് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പേഴ്സണ് എന്താ പറയുക, ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ സ്റ്റക്കായി നിൽക്കുന്നതിൽ നിന്നും ഒന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ അവരെ എത്രത്തോളം ക്രൂരനായിട്ട്, ചിലപ്പം ചീറ്റിംഗ് തന്നെ ആയിരിക്കാം, തേർഡ് പാർട്ടി വേറൊരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചീറ്റിംഗ് തന്നെയാണ്. അപ്പം അങ്ങനെ ചീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകാം. നിങ്ങൾ അവരോട് ഒരുപാട് ദേഷ്യം വെക്കുന്നുണ്ടാകാം. നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ മാപ്പ് കൊടുക്കുക.
ചെയ്ത കാര്യങ്ങൾക്ക് മനസ്സിൽ മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ കർമ്മ പോലെ അവർക്കെല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണെങ്കിലും അവരുടെ എപ്പോഴത്തെ ചിന്തകളാണെങ്കിലും അവരുടെ കറന്റ് തോട്ട്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ആ ചിന്തകൾ, നിങ്ങളുടെ കൂടെയുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഒരു മാരേജ്, നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഒരു മാരേജ് ഫാമിലി, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ പരസ്പരം പറഞ്ഞ് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഓക്കെ, റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത്. അപ്പം അതൊക്കെ അവർ റിപ്പീറ്റ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു എന്തൊക്കെയോ ലൈഫിൽ പാഠമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇവിടെ ഗൈഡൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇരുട്ടായി കിടക്കുന്നുണ്ടെങ്കിൽ ഹീല് ചെയ്യുക. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് പോലും എന്താ പറയുക, അവർ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നവർക്കുണ്ട്. അതായത് നിങ്ങൾക്കൊരു റിപ്ലൈ തരിക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക, നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കുക. പക്ഷെ അതിനവർക്ക് ഇവിടെ സാധിക്കുന്നില്ല. ഒരു സ്റ്റക്കായിട്ടുള്ള എനർജിയാണ്. അതിൻ്റെ ഒരു റീസൺ നിങ്ങളും കൂടിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹീൽ ചെയ്യുക, അവരോട് ക്ഷമ ചോദിക്കുക. ഓക്കെ, അതായത് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ക്ഷമിച്ചു വിടുക, അവർക്ക് ക്ഷമ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.